ഞാൻ നിങ്ങൾക്കൊരു പോസ്റ്റ് കാണിച്ചു, നിങ്ങൾ ജസ്റ്റ് ഈ ഫോട്ടോ ഒന്ന് നോക്കിയേ. എങ്ങനെയുണ്ട് അതിൻ്റെ ക്യാപ്ഷൻ? എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയായിട്ട് ക്യാപ്ഷൻ എഴുതിയിട്ടില്ല അല്ലേ? ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പണം കൊയ്യാൻ റെയിൽവേ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷനൊക്കെ ഇടപ്പോഴത്തേക്ക് നമുക്ക് റെയിൽവേയോടും റെയിൽവേ മന്ത്രിയോടും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനോടൊക്കെ നമുക്കൊരു വെറുപ്പും ഒരു വിയോജിപ്പൊക്കെ ഉണ്ടാവുമല്ലേ? ഈ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ക്യാപ്ഷനാണ് ഈ പറയുന്ന പത്രം എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ ഫേസ്ബുക്ക് പേജിൽ കണ്ടതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് കണ്ടതാണ്. അല്ല, ഞാൻ ഈ സാധനം ഞാൻ വായിക്കാറൊന്നുമില്ല, ഞാൻ ശ്രദ്ധിക്കാറുമില്ല. പക്ഷെ എന്തോ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് കണ്ട ഒരു ന്യൂസാണ്. അപ്പോൾ ഈ ഒരു ഹെഡ്ലൈൻ കണ്ടപ്പോഴത്തേക്ക്, ആ ഒരു ക്യാപ്ഷൻ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ശ്രദ്ധിച്ചതാണ് കേട്ടോ. അപ്പം എനിക്കും അങ്ങ് എന്താണ്, റെയിൽവേയോടൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യം തോന്നി കേട്ടോ ഈ ഒരു ക്യാപ്ഷൻ വായിച്ചപ്പോഴത്തേക്ക്. അപ്പം അങ്ങനെ ദേഷ്യം ഇങ്ങനെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തിളച്ച് പൊങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഞാൻ ശബരിമലയിൽ പോയ കാര്യം ആലോചിച്ചത് കേട്ടോ. അങ്ങനെ ഞാൻ ശബരിമലയിൽ പോയ സമയത്ത് എനിക്ക് 22 കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് KSRTC, കേരളത്തിലെ KSRTC ആരുടെ നിയന്ത്രണത്തിനാണെന്ന് തോന്നുന്നു, കാരണം കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണത്തിലായിരിക്കും കേരളത്തിലുള്ള KSRTC ബസ്സേ. ആ KSRTC ബസ് എൻ്റെ കയ്യിൽ നിന്ന് 50 രൂപ ടിക്കറ്റ് എടുത്തേട്ടാ. അപ്പം ഞാനിങ്ങനെ ബസ്സിനകത്തിരുന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു. എനിക്ക് ബസ്സിനകത്ത് കുറച്ച് ഇരിക്കാൻ സീറ്റ് കിട്ടി, പെട്ടെന്ന് ചാടി കയറിയതുകൊണ്ട്. പക്ഷേ ഞാൻ കയറിയതിനു ശേഷം ബസ് ഫുള്ള് കുത്തിഞ്ഞെരിക്കുകയാണ് ആളെ കൊണ്ടുപോയത്. നമ്മളിൽ ഗുഡ്സ് കൊണ്ടുപോകുന്ന നടക്കുന്ന ആളെ കൊണ്ടുപോയത്. അപ്പം ഞാനിങ്ങനെ സീറ്റ് കിട്ടിയതുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് ആലോചിക്കായിരുന്നു കേട്ടോ, 22 കിലോമീറ്റർ പോകാനായിട്ട് 50 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ആവശ്യമുണ്ടോ? അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് കേരളത്തിലല്ലാതെ ഈ സ്പെഷ്യൽ സർവീസ്, ഈ ശബരിമല നിലയ്ക്കൽ പമ്പ എന്നല്ലാതെ നോർമലി കേരളത്തിൽ ഒരു 22 കിലോമീറ്റർ പോകാനായിട്ട് എത്ര രൂപ ചിലവാകും എന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക്, ഇങ്ങനെ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഏതാണ്ട് 30 രൂപ, മാക്സിമം 30 രൂപയ്ക്ക് മുകളിൽ ചിലവ് വരുന്നില്ല കേട്ടോ. 22 കിലോമീറ്റർ പോകാനായിട്ട് കേരളത്തിലെ KSRTC ബസ് 22 കിലോമീറ്റർ പോകാനായിട്ട് 30 രൂപയുടെ ആവശ്യമുള്ളൂ. അപ്പം 30 രൂപയുടെ ആവശ്യമുള്ളെങ്കിൽ 20 രൂപ ഒരാളിൽ നിന്ന് എക്സ്ട്രാ മേടിക്കുന്നത് എന്തിനാണെന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു.